ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? പൂരി പല വെറൈറ്റിയിൽ ഉണ്ടാക്കി നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്. പക്ഷെ എത്ര പേര് കോക്കനട്ട് പൂരി ട്രൈ ചെയ്തിട്ടുണ്ട്? ഇന്നത്തെ സ്പെഷ്യൽ ഒരു കിഡിലൻ കോക്കനട്ട് പൂരിയാണ് കേട്ടോ. 3/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഈ പൂരി മൈദയിലാണ് കേട്ടോ ഉണ്ടാക്കുക. നിങ്ങൾക്ക് മൈദ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഗോതമ്പാവിൽ ഉണ്ടാക്കിക്കോളൂ. പക്ഷെ മൈദയിൽ ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഒരിക്കലും ഗോതമ്പാവിൽ കിട്ടില്ല. മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ നെയ്യ്. ഫസ്റ്റ് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇളം ചൂടുവെള്ളം ഇട്ടാൽ നമ്മൾ കൈ വെച്ച് കുഴയ്ക്കാൻ പാകത്തിനുള്ള ചൂടുവെള്ളം ചേർത്ത് നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുക്കാം. മാവ് കുഴച്ചെടുത്തുട്ടാ വെള്ളം ഒഴിക്കണ ക്ലിപ്പ് മിസ്സായിപ്പോയി. ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് തേക്കാം. നമുക്ക് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. മാവ് റെസ്റ്റ് ആകുമ്പോഴേക്കും നമുക്കൊരു ഫില്ലിങ് റെഡി ആക്കണം. 1/2 കപ്പ് ചിരകിയ നാളികേരം എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് പൊടിച്ചതാണ്. അതുപോലെ ഒരു ചെറിയ കഷ്ണം പച്ചമുളക് ഇട്ട ഇത്ര മതി. അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇഞ്ചിയും പച്ചമുളകും നമുക്ക് നല്ലോണം പേസ്റ്റ് ആക്കി എടുക്കണം. പെരിഞ്ജീരകം ഒന്ന് ചതച്ചെടുക്കാം. പെരിഞ്ജീരകം ചതച്ചെടുത്തു. ഇഞ്ചി പച്ചമുളക് നല്ല പേസ്റ്റ് ആക്കി അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ചേക്കണ നാളികേരം വെള്ളം ചേർക്കാണ്ട് ഒന്ന് അരച്ചെടുക്കുക. അതിൽ വല്ല കഷ്ണങ്ങളും ഉണ്ടെങ്കിൽ അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളം ചേർക്കണ്ട. ഇതുപോലെ വേണം അരച്ചെടുക്കാനായിട്ട്. ഇത് കണ്ടില്ല, ഇങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ ഒട്ടണം. പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. എണ്ണ കൂടണ്ട. എണ്ണ ചൂടാകുമ്പോൾ ചതച്ച് വെച്ചേക്കണ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് എണ്ണയിൽ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. എണ്ണയിൽ നല്ലോണം മിക്സ് ആയതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചേക്കണം നാളികേരം ചേർക്കാം. നാളികേരം ചേർത്ത് 1 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. നാളികേരം ചേർത്ത് 1 മിനിറ്റ് കുക്ക് ആയതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ പഞ്ചസാര, 1 പിഞ്ച് ഉപ്പ്, 1/4 ടീസ്പൂൺ നെയ്യ്, നമ്മൾ പൊടിച്ച് വെച്ചേക്കണ കാഷ്യൂവിൻ്റെ പൊടി എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത് 1 മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുക്കാം. 1 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. മിക്സ് നല്ലോണം തണുത്തുണ്ടിട്ടാൽ ഇത് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ പിടിച്ച് വെക്കാം. ഇതിങ്ങനെ അമർത്തി പിടിക്കുമ്പോൾ തന്നെ ബോൾ ആയിക്കോളും. എല്ലാം ബോളാക്കി വെച്ചു. ബോളിന് ഷേപ്പ് ഒന്നും വേണ്ട കേട്ടോ. എങ്ങനെയാണോ കിട്ടണത് ആ രീതിയിൽ ചെയ്തോളൂ. ഇത് നമുക്ക് ഉള്ളിൽ ഫില്ലിങ് വെക്കാനുള്ളതാണ്. റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവ് ഒന്നും കൂടി കുഴച്ച് കൊടുക്കാം. പൂരിയുടെ വലുപ്പത്തിന് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഇനി ഓരോ ബോൾസ് എടുത്ത് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ജസ്റ്റ് കയ്യിൽ തന്നെ വെച്ച് പരത്തിയാൽ മതിയിട്ട് മൈദ തന്നെ പരത്താൻ പറ്റും. ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിത് ക്ലോസ് ചെയ്ത് കൊടുക്കാം. എക്സസൈസ് തന്നെ മാവൊന്നും എടുത്ത് കളയൊന്നും വേണ്ട കേട്ടോ. ഈ കറക്റ്റ് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കണം. ഇതുപോലെ റെഡിയാക്കി എടുക്കണം. ബാക്കിയുള്ള ബോൾസും ഫില്ലിങ് വെച്ച് റെഡിയാക്കി എടുക്കാം. എല്ലാ ബോൾസും ഫില്ലിങ് വെച്ച് റെഡിയാക്കി എടുത്തു. ഇനി നമുക്കിത് പരത്താം. പരത്താനായിട്ട് പൊടിയല്ല കേട്ടോ യൂസ് ചെയ്യുക, എണ്ണയാണ് യൂസ് ചെയ്യുന്നത്. പരത്തണ ആ കോലിലും എണ്ണ പരത്തി കൊടുത്തോളൂ. റെഡിയാക്കി വെച്ചേക്കുന്ന ഒരു ബോൾസ് എടുത്ത് ജസ്റ്റ് ഫസ്റ്റ് ഒന്ന് കയ്യിൽ പരത്തി കൊടുക്കാം. ഇനി നമുക്ക് കോല് വെച്ച് ലൈറ്റായിട്ട് ഒരുപാട് പ്രസ് ചെയ്യാണ്ട് പരത്തിയെടുത്താൽ മതി. ഒരെണ്ണ നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പരത്തി കഴിയുമ്പോൾ അപ്പം തന്നെ എണ്ണയിലിട്ട് പൊരിച്ചോളൂ കേട്ടോ. എല്ലാം പരത്തണ വരെ വെയിറ്റ് ചെയ്യണ്ട. ഒരെണ്ണ റെഡിയായി. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുക്കാം. എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തുട്ടാ അടിപൊളി ടേസ്റ്റുള്ള ഒരു പൂരിയാണ്. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് അടിപൊളിയാണ്. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു. ബൈ.